ഇതാണ് തുമ്പീനെ പിടിച്ചിട്ട് എന്നെ കാണിക്കാനായിട്ട് തുമ്പിയും കല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണേ എന്നെ കാണിക്കാനായിട്ട്. ട്രോമാസ് ഉള്ളതൊക്കെ ആൾക്കാർ ഒരിക്കലും മറക്കത്തില്ലല്ലോ. ലൈക്ക് നമ്മുടെ പണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമം വന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുക. ഡിഗ്രി ഓർ സ്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആക്ച്വലി സ്കില്ലിനാണ്. എല്ലാവർക്കും ഓരോരോ സ്പെസിഫിക് ആയിട്ട് ഒരു സെർട്ടൺ തിങ് ഉണ്ടാവും. നമ്മളതൊന്നും ഒരിക്കലും മറക്കൂല. എത്ര നാള് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ക്യാച്ച് ചെയ്യായിരിക്കും എല്ലാ കാര്യങ്ങളും. സ്കൂൾ ലൈഫും കോളേജ് ലൈഫും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കണേന്ന്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ ലൈഫിൽ എനിക്ക് തോന്നുന്നു സ്ട്രെസ് ഫ്രീ ആയിരുന്നു. ഫ്രഷർ എന്നുള്ള നിലയ്ക്ക് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എ ഡിഗ്രി അത് നടക്കില്ല. പിന്നെ 24 ഇയർ ഓൾഡിന് എന്തോരം സ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ ഒരു 30 ഇയർ ഓൾഡിന്റെ അത്ര സ്കിൽ എന്തായാലും 24 ഇയർ ഓൾഡിന് ഉണ്ടാവില്ലല്ലോ. ഹലോ എവരിവൺ, സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ എക്സ്പ്ലോറേഷൻ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ടോപ്പിക് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നമുക്ക് ചുമ്മാ റാൻഡം ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതെ, എനിക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ഈ ഒരു പോഡ്കാസ്റ്റിൽ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ എന്തായാലും വായിക്കും. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് പോഡ്കാസ്റ്റിലും വി ഡിസ്കസ് അബൌട്ട് പ്രോക്രാസ്റ്റിനേഷൻ ആൻഡ് സെൽഫ് ക്രിറ്റിസിസം ആൻഡ് സെൽഫ് കമ്പാഷൻ. സോ ആ ഒരു പോഡ്കാസ്റ്റ് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ അതുപോയിട്ട് കാണാൻ. കാര്യം അതൊരു സെൽഫ് ഗ്രോത്തിന് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണ്. കുറേ വാല്യുബിൾ ആയിട്ടുള്ള എന്താ പറയുക ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പോഡ്കാസ്റ്റിൽ. സോ അത് പോയിട്ട് കാണാൻ ശ്രമിക്കാം. സോ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും ഇങ്ങനെ സെൽഫ് ഗ്രോത്തിനെ പറ്റി മോട്ടിവേഷനും ചെയ്ത് ഇരിക്കാണ്ട് കുറച്ച് റാൻഡം ടോപ്പിക്സിനെ പറ്റിയിട്ട് നമുക്ക് വെറുതെ സംസാരിച്ച് എൻ്റെ ഒരു ഒപ്പീനിയനും അതുപോലെ തന്നെ എൻ്റെ ഒപ്പീനിയൻ മാത്രം കേട്ടാൽ പോരല്ലോ. സോ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ഒപ്പീനിയൻ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കാര്യം ഒരാളുടെ എൻ്റെ ഒരു എന്താ പറയുക ഒരു പേഴ്സ്പെക്റ്റീവ് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. സോ നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പേഴ്സ്പെക്റ്റീവ്സ് അല്ല നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ, നബിദിനം എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷൻ കോളേജിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. അതുപോലെ തന്നെ നബിദിനം കൂടുതൽ എന്താ പറയുക കുട്ടികളാണ് മദ്രസയിലൊക്കെ പോയിട്ട് റാലിയും അതുപോലെ തന്നെ കലാപരിപാടികളൊക്കെ ഉണ്ടാവുന്നത്. പണ്ടും നമ്മൾക്കറിയാം ഞാനും ചെറുപ്പത്തിലും മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ നബിദിനത്തിന് പാട്ട്, പ്രസംഗം, സംഭാഷണം അതും ഇതും എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാത്തിലും പങ്കെടുക്കും. അതുപോലെ തന്നെ റാലിക്ക് കൊടിയൊക്കെ പിടിച്ചിട്ട് മിഠായി കവറൊക്കെ പിടിച്ച് അങ്ങനെ നല്ലൊരു മെമ്മറീസ് ഉള്ളതാണ് ഈ നബിദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ. ഭയങ്കര ഇപ്പം കൂടുതലായിട്ട് ആഘോഷിക്കാറില്ല. എൻ്റെ അനിയത്തിമാർ ഇപ്പോഴും മദ്രസയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നബിദിനമൊക്കെ നമ്മൾ ഇങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. സോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ, അതുപോലെ തന്നെ നബിദിനം എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിരുന്നല്ലേ ഓണവും നബിദിനം ഒരേ ദിവസം, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഡേ എല്ലാം ഒരുമിച്ച് ഒരേ ദിവസം വന്നത്. അത് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. സോ നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ, നബിദിനമൊക്കെ പറയണം. അങ്ങനെ ഞാൻ ഇങ്ങനെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6th 7th ആ ഒരു ക്ലാസ് വരെ ഉള്ള മെമ്മറീസ് എനിക്ക് തീരെയില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കും ഞാൻ കോമയിൽ വല്ലതായിരുന്നു ഇത്രയും വർഷം, എനിക്കെന്തോ ഒരു ഓർമ്മയില്ലാത്തത് ഞാൻ എപ്പോഴും വിചാരിക്കും. കാര്യം നമ്മൾ കോളേജിലിരിക്കുന്ന സമയത്ത് ലാബിൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് ഭയങ്കര സംസാരമായിരിക്കും. സംസാരം എന്ന് പറയുമ്പോൾ വി ഡിസ്കസ് അബൌട്ട് എ ലോട്ട്. കുറേ നമ്മൾ സംസാരിക്കും പറ്റിയ എല്ലാ ദിവസവും ഉണ്ടല്ലോ ലാബ് പ്രാക്ടിക്കൽ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിന് ഇങ്ങനെ ക്ഷാമം ഉണ്ടാവാറില്ല. കാര്യം എന്താ, എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എനിക്ക് പറയാം ഭീമ, ദീപിക ഇവർ രണ്ടുപേരുടെയും മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. അവരുടെ മേത്ത് ഫുൾ പാടുകളൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ ഓരോ പാടുകളും കാണിച്ചു തരും. ഈ പാടുണ്ടാ, ഇത് മരത്തിൽ കയറിയപ്പോൾ വീണതാ, ഇപ്പുറത്തെ പാടുണ്ടാ, ഇവിടെ ഓടി കളിച്ചപ്പോൾ വീണതാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരേ മെമ്മറീസ് പറയും. എനിക്കാണെങ്കിൽ പാടുമില്ല മെമ്മറീസും ഇല്ല. ഞാൻ ഇപ്പോൾ ഒരു വർഷം കൂടി ആയിട്ടില്ല ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട്. ഞാൻ വീട്ടിലിരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കാര്യം എനിക്കെന്തോ ഒരു ഓർമ്മയില്ലാത്ത, എൻ്റെ മേത്ത് പാടുമില്ല, എനിക്കൊരു ഓർമ്മയില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാര്യം ഞാനാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ
ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മെമ്മറീസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ വായടിച്ചിരിക്കും. കാര്യം എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. അങ്ങനെ ഇവരെല്ലാവരും നാട്ടിൻപുറത്തുകാരാണെങ്കിൽ ഇവർക്ക് കുറേ ഭയങ്കര എന്താ പറയുക, ഈ തുമ്പിനെയും കൊണ്ട് കല്ലിടിപ്പിക്കുക, അങ്ങനത്തെ കുറേ സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടല്ലാണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാര്യം എൻ്റെ വീട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ലൈക്ക് 2ാമത്തെ നിലയിലാണ് എൻ്റെ വീടും. ഞാൻ അങ്ങനെ ചെറുപ്പത്തിലാണെങ്കിലും അടിയിലിട്ടൊന്നും എനിക്കിങ്ങനെ നാട് അങ്ങനെയൊന്നുമില്ല. എനിക്ക് നെയ്ബേഴ്സ് കുറച്ചുള്ളൂ. എനിക്ക് നാട്ടിലെ ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഫുള്ള് എന്താ പറയുക, ഇൻസ്റ്റ തുറന്ന നാട്ടിലെ ഗ്യാങ്, എപ്പോഴും നാട്ടിലെ ഗ്യാങ് എന്ന് പറയും. പക്ഷെ ഈ തവണ എനിക്ക് എന്താ പറയുക, നാട്ടിലെ ഗ്യാങ് എന്ന് പറയാനായിട്ട് പോലും എനിക്ക് ഒരാളും ഇല്ല. എനിക്കാകെ ഒരാളെങ്ങാണ്ടുണ്ട്. ലൈക്ക് അത് ഫോർ എവർ ആണ്, ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ പറയാൻ മാത്രമായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നും എനിക്കില്ല. സോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓക്കെ എന്താണ് എനിക്ക് മാത്രം ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇല്ലാത്ത? എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ട്രോമകൾ, വലിയ വലിയ ട്രോമകൾ അനുഭവിച്ചവർക്ക് ചൈൽഡ്ഹുഡ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓർക്കുന്നുണ്ടാവും. ചിലർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ചൈൽഡ്ഹുഡൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചവർക്കും അത് ഭയങ്കരമായിട്ട് ഓർമ്മയ്ക്ക് ഉണ്ടാവും. ചിലപ്പോൾ ന്യൂട്രലായിട്ട് പോകുന്നവർക്കായിരിക്കും ഒരു പക്ഷേ എന്താ പറയുക, ലൈഫ് ഓക്കെ എല്ലാ ദിവസം പോലെ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടായിരിക്കാം എനിക്കൊന്നും ഓർമ്മയില്ലാത്തത്. എനിക്കൊരു പക്ഷേ ഭയങ്കര സന്തോഷം അതുപോലത്തെ ഒരു ഭയങ്കര ട്രോമയൊന്നും അനുഭവിക്കണം വന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഒരു 6th 7th ആണ് അവിടെ മുതൽ എനിക്കിങ്ങനെ കുറച്ച് ഓർമ്മകളുണ്ട്. അത് കഴിഞ്ഞ് ഒരു 9th 10th ഒക്കെ ആയപ്പോഴേക്ക് കറക്റ്റ് ഓർമ്മ. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റാൻഡ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ അവരിങ്ങനെ പറയണേ കേൾക്കണം. സ്കൂളിൽ ചേർന്നത് അവർക്ക് ഓർമ്മയുണ്ട്, അവരുടെ ഓരോ ടീച്ചേഴ്സും അതും ഇതെല്ലാവർക്കും ഓർമ്മയുണ്ട്. എനിക്ക് മാത്രം എനിക്കൊന്നും ഓർമ്മയില്ലാത്തതെന്ന്. കാര്യം ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഫോർ എവർ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു സംഭവമായിരിക്കും. അങ്ങനെ കീപ്പ് ചെയ്യാൻ ഇല്ലാത്ത ഒരാൾക്ക് അത് ഭയങ്കര ഒരു വിഷമമായിരിക്കും. എന്നും പറഞ്ഞാൽ എൻ്റെ ജീവിതം മറ്റേ ലോക പരാജയമായിരുന്നു എന്നല്ല കേട്ടോ. എൻ്റെ വീട്ടുകാർ പറയാറുണ്ട് ഇങ്ങനെ ഓർമ്മകളും എൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടുകാർ പറയാറുണ്ട്. പക്ഷേ എനിക്കായിട്ട് ഞാൻ ആലോചിച്ച് അങ്ങനെ പ്രത്യേകിച്ചില്ല. പിന്നെ ഈ തുമ്പിയിലേയും കൊണ്ട് കല്ലിടിപ്പിക്കുന്നത്, എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു അവർ വലിയ കല്ല് ഇടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥയൊക്കെ പറയും. എങ്ങനെ ഏത് കല്ല് എടുക്കണേ എന്തോ എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര പഴയ നടന്നു, അല്ലല്ല ഈ അടുത്ത് നടന്നത് തന്നെയാണ്. അങ്ങനെ ഞാൻ ഭയങ്കര പരാതിയായിട്ട് വീട്ടിൽ വന്നിട്ട് ഭയങ്കര വിഷമം പറിച്ചിലായിരുന്നു. എനിക്ക് മാത്രം എന്തോന്നും ഇല്ലാത്ത മറ്റേ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് പറയുന്നത്. കാര്യം ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇങ്ങനെ അടുത്ത ദിവസമായപ്പോഴേക്കും എൻ്റെ മൂത്തുമ്മ വിളിച്ചിട്ട് നീ ഒന്ന് ഓടി വന്നേന്ന് പറഞ്ഞ് എന്നെ അടിയിലേക്ക് വിളിച്ച്. ഞങ്ങൾക്ക് 2ാമത്തെ നിലയാണ് എൻ്റെ വീട്, അടിയിലാണ് മൂത്തുമ്മ എല്ലാവരും താമസിക്കുന്നത്. സോ വിളിച്ചിട്ട് പറഞ്ഞതേ ഇതാണ് തുമ്പീനെ പിടിച്ചിട്ട് എന്നെ കാണിക്കാനായിട്ട്, തുമ്പിയും കല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട് എന്നെ കാണിക്കാനായിട്ട്. അങ്ങനെ അത് ഞാൻ കണ്ട്, അല്ലാണ്ട് ചൈൽഡ്ഹുഡിൽ കണ്ടിട്ടായിട്ട് ഒരു ഓർമ്മയിലേക്ക് അങ്ങനെ കണ്ടിട്ടും ഇല്ല എന്നാണ് പറഞ്ഞത്. കാര്യം നമ്മൾ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഓർമ്മകൾ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ ഭയങ്കര കമ്പനിയൊന്നുമല്ല, ഇപ്പോൾ അത്ര വലിയ കമ്പനിയൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് മെസ്സേജ് അയക്കാറുണ്ട്, സ്റ്റോറിക്ക് റിപ്ലൈ തരാറുണ്ട്. അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് അമീൻ എന്ന പേര്. അവൻ എൻ്റെ കൂടെ അത് എത്ര ക്ലാസ്സിലാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അവൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് എന്തായാലും ചെറുപ്പത്തിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, എനിക്ക് അവൻ എൻ്റെ മറ്റേ ക്ലാസ് ഫോട്ടോ ഉണ്ടല്ലോ അതിൽ ഞാൻ കണ്ടിട്ട് നോക്കി ഇവൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇവനായിട്ട് ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷേ ഒരു ദിവസം എനിക്ക് ആൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഫിദി നീ പഴയതുപോലെ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് 1ാം ക്ലാസ് 2ാം ക്ലാസ് എൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ഫിദി നീ പഴയതുപോലെ തന്നെയാണ്, നീ ഇപ്പോഴും ഭയങ്കരമായിട്ട് ആക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അല്ല ഇവനെന്താ ഇത്രയോ ഓർമ്മ എന്നെ പറ്റിയിട്ട്, എനിക്ക് പോലും ഇല്ലാത്ത ഓർമ്മകളാണ്, ഞാൻ എന്താ സംഭവം എന്നൊക്കെ ഞാൻ ചോദിക്കണ്ടായി. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ എനിക്ക് ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താ ചിലവർക്ക് മാത്രം ഭയങ്കര മൈന്യൂട്ട് കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്, ചിലവരെന്തൊട്ടും ഓർക്കാത്ത, അത് ഭയങ്കര കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവൻ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഓർമ്മ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞിട്ടുള്ള ഒരു റിപ്ലൈ ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എനിക്ക് കേൾപ്പിച്ചു തരാം. ഇറ്റ്സ് ബേസിക്കലി നമ്മ ഒരു സെർട്ടൻ തിങ് നോട്ട് ചെയ്ത് വെക്കും ഒരാള്. ഞാൻ നിന്നെ റിമെമ്പർ ചെയ്യാൻ കാരണം നീ എപ്പോഴും വായിക്കുമ്പോ ഇപ്പൊ മിസ് അവിടെ ഒരു വായിക്കണേന്ന് വെച്ചോ ഒരു ചാപ്റ്റർ, നീ അതിന്റെ ഒപ്പം ഒച്ചയില് വായിക്കും. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്.
പിന്നെ നീ ലൈക്ക് യു ആർ സോ ആക്റ്റീവ്, നീ ആയിരുന്നു ആ ക്ലാസ്സിൽ കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ളു. അപ്പോൾ ഞാൻ അങ്ങനെ ഓർക്കും. പിന്നെ അഭിജിത്ത്, കെൽവിൻ, എല്ലാവർക്കും ഓരോരോ സ്പെസിഫിക് ആയിട്ടൊരു സെർട്ടൺ തിങ് ഉണ്ടാവും. നമ്മളതൊന്നും ഒരിക്കലും മറക്കൂല. അപ്പൊ എത്ര ആള് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ക്യാച്ച് ചെയ്യായിരിക്കും എല്ലാ കാര്യങ്ങളും. ദാറ്റ്സ് ദ മെയിൻ തിങ്. നമ്മൾ സെർട്ടൺ അവരുടെ ഒരു സാധനം നമ്മുടെ സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട്. എന്റെ മനസ്സിൽ എപ്പോഴും കയറൂട്ടോ. ഞാൻ അവരെ ഒബ്സർവ് ചെയ്യും. ഒബ്സർവേഷൻ ഈസ് ദ ബെസ്റ്റ് തിങ്. ലൈക്ക് ഒബ്സർവ് ചെയ്യണം എന്ന് പറയണം ഒരാളെ പറ്റി. അതാണ് ഒരു മനുഷ്യനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈക്ക് അവരുടെ പാസ്റ്റിനെ പറ്റി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് ഒബ്സർവേഷൻ ആണ്. ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ്. അതെ, എനിക്ക് തോന്നുന്നു ഞാൻ ആരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതായിരിക്കും എനിക്കൊന്നും ഓർമ്മയില്ലാത്ത. അവൻ പറയും ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര മൈന്യൂട്ട് കാര്യങ്ങൾ വരെ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഒബ്സർവേഷൻ ആണ് മെയിൻ തിങ്. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലൊന്നും ഞാൻ ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര മടി കാണിച്ചെന്ന്. അങ്ങനെ പിന്നെ അടുത്തത് എൻ്റെ വേറൊരു ഫ്രണ്ടിനോടും കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവൾക്ക് ഇങ്ങനെ മെമ്മറീസ് ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും, നിനക്ക് എന്താ തോന്നണേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവള് അയച്ച വോയിസ്, ഞാൻ തെരേസ എന്നാണ് അവളുടെ പേര്, ലൈക്ക് അവളുടെ വോയിസും കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എന്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത് ട്രോമാസ് ആണോ. ഈ ട്രോമാസ് ഉള്ളതൊക്കെ ആൾക്കാർ ഒരിക്കലും മറക്കത്തില്ലല്ലോ. ലൈക്ക് നമ്മുടെ പണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമം വന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുക. നമ്മുടെ കൊച്ചുപ്രായത്തിൽ ചിലപ്പോൾ അങ്ങനത്തെ ആ ഒരു ഏജ് മെമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഓർമ്മ വരാ. എനിക്ക് പേഴ്സണലി എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്. പിന്നെ ഹാപ്പി മെമ്മറീസ് ഉണ്ടാവും. നമ്മള് കുറച്ച് ജോയ്ഫുൾ ആയിട്ട് നമുക്ക് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് തോന്നിയ മെമ്മറീസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. എനിക്ക് ക്വസ്റ്റ്യൻ ലൈക്ക് നീ ലൈക്ക് എന്റെ പേഴ്സണൽ ലൈഫ് ആവാറ് അല്ലെങ്കിൽ ഓക്കെ, അങ്ങനെയാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രോമാസ് ഭയങ്കരമായിട്ട് ഒരു ചൈൽഡ്ഹുഡ് നശിഞ്ഞ അല്ലെങ്കിൽ ഒരു പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു ട്രോമയൊക്കെ ആണെങ്കിൽ ലൈക്ക് അത് നന്നായിട്ട് ഓർത്തിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കാറുണ്ട്. ന്യൂട്രലായിട്ട് പോകുന്നതായിരിക്കും ചിലപ്പോൾ ഓർക്കാത്തത്. സോ ഞാൻ എനിക്ക് പക്ഷേ ഓക്കെ, എന്നിട്ട് എൻ്റെ ഒരു ഡൗട്ടാണല്ലോ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ വിഷമിച്ച ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഒരാളും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അതേ ക്വസ്റ്റ്യൻ തന്നെ. സോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എല്ലാവർക്കും, ഇപ്പോൾ ഞാൻ തെരേസൊക്കെ മെസ്സേജ് ചെയ്തപ്പോൾ തെരേസ ഇങ്ങനെ LKG ചേർത്ത ദിവസം ടീച്ചർ ആദ്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര കാര്യങ്ങൾ ഞാൻ ഓക്കെ ഗുഡ്, എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ അടുത്തത് വേറൊരു ഫ്രണ്ടിലേക്ക്, എൻ്റെ പേരും ഫിദ എന്നാണ്, അവളുടെ പേരും ഫിദ എന്നാണ്. ഞാൻ അവളോട് ചോദിച്ച് ഈ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഒട്ടും ഓർമ്മയില്ല പണ്ടത്തെ കാര്യങ്ങളൊന്നും. പണ്ടത്തെ പൊട്ട് എയ്ത്തിന് മുന്നേ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എയ്ത്തോട്ടെന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകളാ. എയ്ത്തിന് മുന്നേ എനിക്കൊന്നും ഓർമ്മയില്ല, വലിയ രീതിക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. ഫ്രണ്ട്സിന്റെ ഓർമ്മകൾ എൻ്റെ സെയിം അവസ്ഥ. അപ്പോൾ എൻ്റെ സെയിം അവസ്ഥയിൽ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, കാര്യം ഞാൻ മാത്രമല്ല കോമയിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്നും പറഞ്ഞ് എനിക്ക് ഫുൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് എന്നല്ല, എന്നാലും ഇടയ്ക്ക് എന്തൊക്കെയോ ഇങ്ങനെ എനിക്ക് തോന്നും. ഇടയ്ക്ക് ഇങ്ങനെ തോന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതോ ഞാൻ ആലോചിച്ച് കൂട്ടെന്താണോ, എനിക്ക് അതൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇത് ശരിക്കും നടന്നതാണോ അതോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടെന്താണോ. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യാം. കാര്യം നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്ത് എന്താ സംഭവം നമുക്ക് മനസ്സിലാക്കാം. സോ ഒരു 5th 6th ഒക്കെ ആയപ്പോഴേക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നല്ലൊരു കൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എനിക്ക് അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 6th 7th ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം ഓർമ്മയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എങ്ങനെ ഉണ്ടായിരുന്നത്, ഞങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിൻ്റെ പേര് ടിക്കു ടീം എന്നാണ്. ലൈക്ക് ഓക്കെ, ഭയങ്കര ക്രിഞ്ചാണ്. ഞാൻ ഇൻസ്റ്റ ഓപ്പൺ ആക്കിയപ്പോൾ അറിഞ്ഞത് ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും ഫോർ എവർ മൂവ്മെൻ്റ് ആണ്. നമ്മൾ ക്രിഞ്ചെന്ന് ആ സമയത്ത് തോന്നെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കടയിൽ അത് ഭയങ്കര ക്രിഞ്ചാണെങ്കിലും ശരിക്കും അതൊരു ഫോർ എവർ മൂവ്മെൻ്റ് ആയിരിക്കും. അത് എപ്പോഴും ആലോചിക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ക്രിഞ്ചെന്ന് ഇപ്പോൾ പറയുന്ന സംഭവങ്ങളൊക്കെ. സോ ആ സമയത്ത് ടിക്കു എന്ന് പറഞ്ഞ ടീമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സ്ലോ ഈറ്ററാണ്. ഇങ്ങനെ പയ്യെ തിന്നുന്നതാണ്. സ്ലോ ഈറ്റേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കാര്യം കോളേജിലാണെങ്കിലും ഞാൻ എല്ലാവരും എനിക്കിനോട് ഇങ്ങനെ നോക്കിക്കും. ഞാൻ മറ്റേ പയ്യെ തിന്നണം അങ്ങനത്തെ സംഭവമാണ്. സോ അങ്ങനെ ഒരു 6th
ആയപ്പോഴേക്കും നമുക്കൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു, ഗെയിമൊക്കെ കളിക്കുമായിരുന്നു. നമ്മൾ ലഞ്ച് ബ്രേക്കിന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓടി ആദ്യം പെട്ടെന്ന് ഫുഡ് കഴിക്കണവർ, ലൈക്ക് ലാസ്റ്റ് ഫുഡ് കഴിച്ച് തീരണവരായിരിക്കും മറ്റേ ഈ എന്താ പറയുക കണ്ടുപിടിക്കണ ആളിൽ ഈ ഒളിച്ചും പാത്തു കളിക്കുമ്പോൾ എണ്ണണ ആൾ. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഭയങ്കര രസമായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്. അല്ലാണ്ട് വീട്ടിലുള്ളതും നാട്ടിലുള്ളതും എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഗ്യാങ്ങൊക്കെ എനിക്ക് ഓർമ്മയില്ല, നല്ല രസമായിരുന്നു. സോ ഇപ്പോഴും അവരായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്. കാര്യം ഇപ്പോഴും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മെസ്സേജ് അയക്കുക, എപ്പോഴും കോളാക്കുക, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അതെല്ലാവരും അതുപോലെയാണോന്ന് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുക, എപ്പോഴും കോളാക്കുക, എപ്പോഴും മറ്റേ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് എനിക്ക് ആവശ്യം വരുമ്പോൾ, ലൈക്ക് ആൾക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇങ്ങനെ കീപ്പ് ചെയ്ത് എപ്പോഴും എല്ലാ ദിവസവും ലൈഫ് അപ്ഡേറ്റ് ഇങ്ങനെ അറിയിക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതെനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. എനിക്കിങ്ങനെ ആൾക്കാർ കാണുമ്പോൾ ഇത് എന്തിനാ എന്നുള്ള രീതിയിലാണ്. കാര്യം ഇപ്പോൾ വിളിച്ചില്ലെങ്കിലും കോളാക്കിയില്ലെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ പഴയ ആ ഒരു കമ്പനി കീപ്പ് ചെയ്യുന്നത്, അതാണ് എനിക്ക് തോന്നുന്നു റിയൽ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് സംസാരിച്ച് നമുക്കൊരു ഗ്യാപ്പ് തരും, അല്ലെങ്കിൽ നമുക്ക് സംസാരത്തിൽ ഓക്കെ സ്പേസ് തന്നെ ഓക്കെ. ഞാൻ എന്ത് പറഞ്ഞാലും വലിയ രീതിക്ക് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയണം, പക്ഷെ എന്നാലും ജഡ്ജ്മെൻറ്റ് കൂടുതലായിട്ട് ലൈക്ക് നാട്ടുകാരും അല്ലെങ്കിൽ ആൾക്കാരും ജഡ്ജ് ചെയ്യണ പോലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ലൈക്ക് ഓക്കെ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം, അതുപോലെ തന്നെ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുകയും അതുപോലെ തന്നെ എൻകറേജ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് വേണ്ടതും എനിക്കുള്ളതും. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാര്യം LKG to +2 വരെയും ഞാൻ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. LKG to +2 വരെയും എന്താ പറയുക വേറെ സ്കൂളൊന്നും മാറിയില്ല. കാര്യം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ. കൂടുതൽ വരാനും എല്ലാ കാര്യങ്ങൾ കൊണ്ടും കൺവീനിയൻ്റ് ആയിരുന്നു ആ സ്കൂൾ. അതുകൊണ്ട് തന്നെ LKG to +2 വരെ ഒരേ സ്കൂളിലാക്കി. കോളേജ് ആ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് എന്നെ വേറെ സ്ഥലത്താക്കി. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എനിക്കുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്താ പറയുക ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്, മാഷാ അല്ലാ. ഓക്കെ, സോ കോളേജിലെത്തിയപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചൊരു സംഭവമാണ് ഈ കോളേജിലൊക്കെ എത്തുമ്പോൾ എങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരിക്കും, എങ്ങനത്തെ വൈബായിരിക്കും, എനിക്ക് പറ്റിയതായിരിക്കും എന്നൊക്കെ ഭയങ്കര എന്താ പറയുക. ആ കോളേജിനെ പറ്റി കൂടുതൽ കോളേജ് എങ്ങനെയെന്ന് ആലോചിക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ കൂടുതൽ പേടിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സായിരുന്നു. പക്ഷേ ഭാഗ്യം എൻ്റെ കയ്യിലായതുകൊണ്ട് ലൈക്ക് എനിക്ക് നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടി. എൻ്റെ വേഴ്സ്റ്റ് ടൈമിൽ, എൻ്റെ വേഴ്സ്റ്റ് ടൈമിൽ പോലും എനിക്ക് എന്താ പറയുക എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ അവരുണ്ട്. ഓക്കെ, അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു എനിക്ക് കോളേജിൽ. സോ ഞാൻ ഇങ്ങനെ അവരോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഓക്കെ വാട്ട് ഈസ് മീൻ ബൈ റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞാൻ ഇങ്ങനെ അവരോട് ചോദിച്ചു. ഇപ്പോൾ ആ വോയിസൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഇങ്ങനെ വാട്ട് ഈസ് റിയൽ ഫ്രണ്ട്ഷിപ്പ് ദേവിക എന്ന് വെച്ചപ്പോൾ ദേവിക പറഞ്ഞു ഓക്കെ റിയൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെഫിനിഷൻ ഞാൻ തന്നെയാണ്, ഞാൻ എങ്ങനെയാണോ അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയാൻ ടീമാണ്. അതുകൊണ്ട് ആ വോയിസൊന്നും കേൾപ്പിച്ചിട്ട് കാര്യമില്ല. സോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ജേർണി എന്നൊക്കെ പറയുന്നത്. സ്കൂൾ ലൈഫും കോളേജ് ലൈഫും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഞാനിങ്ങനെ ചിന്തിക്കണേണ്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ ലൈഫിൽ എനിക്ക് തോന്നുന്നു സ്ട്രെസ് ഫ്രീ ആയിരുന്നു. പ്രത്യേകിച്ച് വലിയ കാര്യത്തിനെപ്പറ്റി അന്വേഷിക്കേണ്ടി വന്നില്ല. പഠിക്കുക എഴുതുക പാസ്സാവുക, ഓക്കെ പഠിക്കുക എഴുതുക പാസ്സാവുക, ആ സ്കീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചിന്തിച്ച് സ്ട്രെസ്സായി ഇടങ്ങേറാകൊണ്ട് ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ ലൈഫിൽ. പക്ഷേ കോളേജിലെത്തിയപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അതുപോലെ കാര്യം എക്സാം ഓരോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രെസ്സും ഒരു പ്രഷർ കുക്കറായിരുന്നു എൻ്റെ കോളേജ്. സ്കൂളിൽ പറഞ്ഞ 10ാം ക്ലാസ് വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. +1 +2 കുറച്ച് എന്താ പറയുക കുറച്ച് അടങ്ങിയറുണ്ടാക്കിയിട്ടുള്ള വർഷങ്ങളായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ് ആൻഡ് കോളേജ് ലൈഫ്. ആൻഡ് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡു യു തിങ്ക് ലൈക്ക് ഞാൻ നിങ്ങളോട് ഒരു ഒപ്പീനിയൻ ചോദിക്കും, നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിലൊരു കാര്യം ചോദിക്കുന്നതാണ്. വാട്ട് എന്താ പറയുക ഡിഗ്രി ആണോ സ്കില്ലാണോ മോർ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന് ഡിഗ്രി ആയിരിക്കുമോ സ്കില്ലായിരിക്കും മോർ ഇമ്പോർട്ടൻറ്റ്? വാട്ട് ഡു യു തിങ്ക് ഗൈസ്? ലൈക്ക് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ലൈക്ക് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, അതിൽ തെറ്റ് പറ്റാം. എന്താണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നു ഡിഗ്രീനേക്കാളും കൂടുതൽ വാല്യുബിൾ സ്കില്ലായിരിക്കും. എന്നാൽ ഡിഗ്രി വേണ്ടാന്നല്ല, ഡിഗ്രി വേണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിഗ്രി സ്കില്ല് നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മൾ കോളേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഭയങ്കര ഒരു ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് ലൈക്ക് നമ്മുടെ ക്ലാസ് മാത്രമായിരിക്കില്ല, ബാക്കിയുള്ള ക്ലാസ്സായിട്ടൊക്കെ സംസാരിച്ച് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. നമുക്ക് ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ ഡിഗ്രിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓണപരിപാടി, ക്രിസ്മസ് പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു കോർഡിനേഷൻ സ്കില്ല്, അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഫണ്ടൊക്കെ നോക്കുമ്പോൾ അങ്ങനെ പല സ്കില്ലും നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഡിഗ്രി ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് എത്രത്തോളം ഒരു പ്രായത്തിൽ എത്ര സ്കിൽ ഉണ്ടാവും അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ആ സ്കില്ല് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും കുറേ കൺസ്യൂം ചെയ്യാനും ഐ തിങ്ക് ഡിഗ്രി ക്യാൻ ഹെൽപ്പ്. മോർ ഇമ്പോർട്ടൻറ്റ് സ്കില്ല് തന്നെയാണ്. കാര്യം നമ്മളൊരു ചെയ്യുന്നൊരു ജോബ്, നമ്മൾ ഡിഗ്രി ഉണ്ട്, ഓക്കെ ഗുഡ്, നമ്മളൊരു ജോലിക്ക് കയറുന്നതാണ്, ആ ജോലിയിൽ സ്കില്ലില്ല, ആ സ്കില്ല് ആൾക്കില്ല എന്നാണെങ്കിൽ ആ ഡിഗ്രി കൊണ്ട് ഉപകാരമുണ്ടോ? ഇല്ല. സോ എനിക്ക് തോന്നുന്നു അതാണെന്ന്. ആൻഡ് ഞാൻ ഇത് ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി അടിപൊളി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണേന്നൊന്ന് കമൻറ്റ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ഒരു സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് സാർ മെൻറ്ററാണ്, അടിപൊളി മനുഷ്യനാണ്. ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളതാണ്. ആൻഡ് എനിക്ക് ഇതുപോലെ തന്നെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളീനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം അത്രയും അടിപൊളിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വി ടോക്ക് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും. അതുപോലെ തന്നെ പുള്ളി അറിയാണ്ട് തന്നെ കുറേ പോയിന്റ്സ്, നമ്മുടെ ലൈഫ് ബേസ്ഡ് ചെയ്തിട്ടുള്ള കുറേ പോയിന്റ്സ് ഒക്കെ പുള്ളിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വീഴും. അപ്പോൾ നമുക്കത് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും. സോ ഇങ്ങനെ പോഡ്കാസ്റ്റിൽ പുള്ളീനെ വിളിക്കുകയാണെങ്കിൽ ലൈക്ക് അടിപൊളിയായിരിക്കും. കാര്യം നിങ്ങൾക്കും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സെയിം ക്വസ്റ്റ്യൻ, സ്കിൽ ഓർ ഡിഗ്രി, എന്ത് തോന്നുന്നു സാറിന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞ വോയിസ് ക്ലിപ്പ്, അല്ലെങ്കിൽ ഞാൻ പോഡ്കാസ്റ്റിനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ സാർ ഇങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, കേൾപ്പിച്ചേരാട്ടോ. ഓക്കെ, ഞാൻ ഇങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഡിഗ്രിയും ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്, സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് രീതിയിലാണ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ ഡിഗ്രിയുടെ കേസ് എടുക്കുകയെന്ന് വെച്ചാൽ ഇൻ മൈ എക്സ്പീരിയൻസ്, എൻ്റെ കാര്യം എടുക്കാം. ആക്ച്വലി എനിക്ക് ഇതുവരെ എൻ്റെ ഡിഗ്രിയുടെ ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷേ സ്റ്റിൽ എനിക്കറിയാം ഒരു ഹയർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഡിഗ്രി വേണം. ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിലായാലും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യാറുണ്ട്, അപ്ലൈ ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ സ്കില്ല്, ഓക്കെ, ഡിഗ്രി ഓർ സ്കില്ലെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ആ സ്കില്ലിലായിട്ട്. ബട്ട് ഓഫ് കോഴ്സ് ഡിഗ്രി ഓർ സ്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആക്ച്വലി സ്കില്ലിന് തന്നെ. സ്കില്ലാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ഡിഗ്രി വേണ്ടെന്നല്ല, ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സാറിനോട് ഞാൻ ഇങ്ങനെ പോഡ്കാസ്റ്റിലാണെന്നൊന്നും പറയാത്തതുകൊണ്ട് സാർ ഇങ്ങനെ സാധാ സംസാരിക്കുന്ന ഫാനൊക്കെ ഇട്ടിട്ട് അങ്ങനെ സംസാരിച്ചത്. അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കേൾപ്പിച്ചത് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് ഈ വോയിസ് കേൾപ്പിച്ചു തരാം. സാറിനോട് മാത്രമല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇത് കുറച്ച് എന്താ പറയുക, ഇച്ചിരി ആൾക്കാർക്ക് എനിക്കൊന്നും ഇച്ചിരി കുറേ മേജർ ആൾക്കാർക്കും ഈ ഒരു സെയിം ഡൗട്ട് ഉണ്ടാവും. സോ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ അത് ബ്രദർ എല്ലാം പറയുന്ന ഒരു പുള്ളിനോടും കൂടി ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് അൻസൽ എന്നാണ്. സോ ഞാൻ പുള്ളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾ തന്നെയാണ് അദ്ദേഹം. സോ ഞാൻ ഇങ്ങനെ ചോദിച്ച് സ്കിൽ ഓർ ഡിഗ്രി എന്താ തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അയച്ചെന്നതാണ്. ഞാൻ അതും കൂടി കേൾപ്പിച്ചു തരാം. സോ അത് കുറച്ച് ലോങ് ആണ്, 2:55 സെക്കൻഡ് ഉണ്ട്. പക്ഷേ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പോഡ്കാസ്റ്റിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും വിശദീകരിച്ച് പറഞ്ഞെന്ന്. സാറിനോട് അങ്ങനെ പറയാത്തതുകൊണ്ട് സാർ അത്ര വിശദീകരിച്ചില്ല. ഡിഗ്രി ഓർ സ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓർ സ്കിൽ വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് അക്കോർഡിംഗ് ടു മീ. ക്യോങ്കി ഡിഗ്രിയും സ്കില്ലും എന്ന് പറയുന്നത് രണ്ട് പെർസ്പെക്റ്റീവാണ്. സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ എക്സ്പീരിയൻസ് വഴി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക എബിലിറ്റീസാണ് സ്കില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ലോങ് റണ്ണിലാണ്. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഒരു ഫ്രഷറായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ 30 ഡിഗ്രി എക്സ്പീരിയൻസ് ഉള്ളവരുടെ സ്കില്ലായിരിക്കില്ല നമ്മുടെ സ്കില്ല്, മനസ്സിലായി. അപ്പോൾ സ്കില്ല് നമുക്ക് എന്താ പറയുക, ആസ് എ ഫ്രഷർ നമുക്ക് സ്കില്ല് കുറവായിരിക്കും.
അതേസമയം എഡ്യൂക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ആസ് എ ഫ്രഷർ നമ്മൾ നോക്കണമെങ്കിലും ഞാൻ ബേസിക്കലി പറയുന്ന ഫ്രഷറിന് ഉദ്ദേശിക്കുന്ന ജോലിക്ക് കയറാൻ പോകുന്ന ഒരു സമയം അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയം അങ്ങനെ ഉള്ള ഒരു ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫ്രഷർ എന്നുള്ള നിലയ്ക്ക് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എ ഡിഗ്രി അത് നടക്കില്ല. പിന്നെ 24 ഇയർ ഓൾഡിന് എന്തോരം സ്കില്ല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ ഒരു 30 ഇയർ ഓൾഡിന്റെ അത്ര സ്കില്ല് എന്തായാലും 24 ഇയർ ഓൾഡിന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കില്ല് എന്ന് പറയുന്നത് ഈ പയ്യെ ഗ്രാജുവലി നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കമ്പനിയിലോ കാര്യങ്ങളിലൊക്കെ കയറി കഴിയുമ്പോൾ പയ്യെ പയ്യെ ഇമ്പ്രൂവ് ആയി വരുന്ന ഒരു സാധനം. പിന്നെ ജന്മനായുള്ള സ്കില്ലുകളുണ്ട്. അതെന്താ ഡാൻസ്, പാട്ട്, ഓടാനും ചാടാനും. ആ സ്കില്ലൊന്നും നമ്മുടെ കരിയറിൽ നമ്മള് അധികം എന്താ പറയാ കരിയറിൽ നമുക്കധികം ഗുണങ്ങളില്ലാത്ത സ്കിൽസ്. ബാക്കിയുള്ള സ്കില്ലുകളെല്ലാം എക്സ്പീരിയൻസ് വഴി നമുക്ക് കിട്ടുന്നതാണ്. അതിനപ്പോ എന്താ ഇങ്ങനത്തെ എഡ്യൂക്കേഷന്റെ ബേസിസിലാണ് ആ സ്കില്ലുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷനാണ്. നല്ല ഏതെങ്കിലും ഡിഗ്രികൾ ചൂസ് ചെയ്യുക. നല്ല നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ സ്കില്ല് ജന്മനായുള്ള സ്കില്ലുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ കോഴ്സസ് സെലക്ട് ചെയ്യാം. ഇൻ കേസ് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഇപ്പോൾ കരിയറിൽ തന്നെ എവിടെയെങ്കിലും വെച്ച് ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യണ്ട എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ലും നമ്മുടെ എഡ്യൂക്കേഷനും എല്ലാം കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു ഒരു പരിപാടി നമ്മൾ ഒറ്റയ്ക്ക് ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കണം കാര്യങ്ങൾ. അപ്പോൾ ഒരു വയസ്സ് തീരുമാനമാണ് ശരിക്കും പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യനുമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിയും സ്കില്ലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നീ കേട്ട് വരുമ്പോഴത്തേക്ക് കുറഞ്ഞ നേരം കൂടി ഇനി ഇതിനകത്ത് തന്നെ മനസ്സിലാവത്തില്ല ചോദിക്കും. ഓക്കെ, അപ്പോൾ അൻസിൽക്കാക്ക് പറയുന്നത് ലൈക്ക് ഓക്കെ എന്താ സ്കില്ലാണ് സ്കില്ലല്ല ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്, സ്കില്ലിനേക്കാളും കൂടുതൽ ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലൈക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാറ് പറയുന്നത് സാറിൻ്റെ ലൈഫിൽ സാറിന് ഒരു ഡിഗ്രി ആവശ്യം വന്നിട്ടില്ല. സാറിന് സ്കില്ലായിട്ടാണ് സാർ ഇമ്പ്രൂവ് ആയത്, ലൈക്ക് ജോലിയിലെ കയറ്റമൊക്കെ കിട്ടിയത്. അൻസൽക്കാർക്ക് അങ്ങനെ ആയിരുന്നില്ല, ഡിഗ്രി ആയിരുന്നു. സോ അതാണ് പലർക്കും പല പെർസ്പെക്റ്റീവാണ്. ലൈക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഡിഗ്രി കൊണ്ടോ എന്താ സ്കില്ല് കൊണ്ടോ ഇതുവരെ ലൈക്ക് ഞാൻ അത്ര ആയിട്ടില്ലല്ലോ, കുട്ടിയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, സ്കില്ലാണോ ഡിഗ്രി ആണോ? കമൻറ്റ് ചെയ്യാം. ഓക്കെ, കാര്യം ഇതിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ കൊള്ളാവും, അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോണില്ല. സോ നമ്മൾ വെറുതെ റാൻഡം ടോപ്പിക്സിനെ പറ്റിയൊക്കെ കവർ ചെയ്തു. ഇനി ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻസ് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനോ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ ആരില്ല, ഞാൻ തന്നെയുള്ളൂ. സോ ഞാൻ ഇങ്ങനെ വിചാരിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ChatGPT-യിലേക്ക് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ആദ്യമായിട്ട് വായിക്കാൻ പോകുന്നത്. കാര്യം എനിക്കും ഒരു എന്താ പറയുക ആലോചിച്ച് പറയണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഇച്ചിരി ഡ്രാമ പോലെ ആവൂലേ, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആൻസേഴ്സ് ചെയ്ത് നോക്കാം, എനിക്ക് പറ്റുമോ അറിയില്ല, നോക്കട്ടെ. ഓക്കെ, നമുക്കങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺ യു ലേൺഡ് സോ ഫാർ ഇൻ യുവർ 20 years? ഓക്കെ, എനിക്ക് 20 years ആണ്. എനിക്ക് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആരും പെർമനൻ്റ് അല്ല, എല്ലാവരും ടെമ്പററി ആണ്. കാര്യം നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ലൈക്ക് നമ്മുടെ പാരൻസ് അല്ലാണ്ട് ലൈക്ക് നമ്മുടെ ഫാമിലി അല്ലാണ്ട് ആരും മറ്റേ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സ്റ്റിക്ക് ഓൺ ആവില്ല, എല്ലാവരും മാറും. അതെ, അതാണ് എനിക്ക് പ്രത്യേകിച്ച് വലിയ ലെസൺസ് ഞാൻ പഠിച്ചിട്ടില്ല, എന്നാലും ഞാൻ പഠിച്ച ലെസൺ ഇതാണ്. സോ അടുത്തത്, ഡു യു തിങ്ക് മിസ്റ്റേക്സ് ടീച്ചേഴ്സ് യു മോർ ദാൻ സക്സസ്? വൈ? സക്സസ്സിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന മിസ്റ്റേക്സ് കാരണമാണ്. അതെ, സക്സസ് എന്ന് പറഞ്ഞാൽ കൊള്ളാം, നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ നമ്മൾ ലേൺ ചെയ്യും, നമ്മൾ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. കൂടുതൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുമ്പോഴാണ്. യെസ്, അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു കുഡ് ഗീവ് അഡ്വൈസ് ടു യുവർ 15-year-old സെൽഫ്, വാട്ട് വുഡ് ഇറ്റ് ബി? എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹം വലുതാവണം എന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓക്കെ, ഞാൻ 20 year ആയിട്ടുള്ള ഞാൻ 15 വയസ്സുള്ള ആളോട് പറയുന്നതിന് ഓക്കെ നീ അധികം പെട്ടെന്ന് വളരാൻ നിൽക്കണ്ട, പയ്യെ എൻജോയ് ചെയ്തിരിക്കും, ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് വന്നാൽ മതി, വലിയ സുഖമൊന്നും ഉള്ള ഏർപ്പാടില്ല ഇപ്പം എന്നുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ എക്സ്പീരിയൻസ് ദാറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഇറ്റ് ഹൗ യു സീ ലൈഫ്? എനിക്ക് ലൈക്ക് കുറച്ച് നാൾ മുന്നേ എനിക്ക് ഭയങ്കര വലിയൊരു വേഴ്സ്റ്റ് ടൈമായിരുന്നു എൻ്റെ ലൈഫിൽ. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ പിന്നെയാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയത്. അതാണ്
നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഹാപ്പിനെസ് മീൻസ് ടു യു റൈറ്റ് നൗ? പീസ് ഓഫ് മൈൻഡ്. മൈൻഡ് ഭയങ്കര സമാധാനം മതി. സമാധാനം ഒരു ഹാപ്പിനെസ് ആണ്. സമാധാനം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എ ഹാബിറ്റ് ഓർ മൈൻഡ് സെറ്റ് യു ആർ ട്രൈങ് ടു ചേഞ്ച് ഇൻ യുവർ സെൽഫ്? കുറേ ഉണ്ട്. കുറേ കാര്യങ്ങളും എനിക്ക് മാറ്റണം എന്നുണ്ട്. ആദ്യത്തെ കാര്യം മടി. എനിക്ക് നല്ല മടിയാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് ഞാൻ ഭയങ്കരമായിട്ട് കരയും. കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകും. എനിക്ക് ഭയങ്കര കരച്ചിലാണ്. അത് ഭയങ്കര എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ എനിക്കത് മാത്രമാണ്. ആ ഒരു സ്വഭാവം എനിക്ക് നന്നായിട്ട് ചേഞ്ച് ആക്കണം. കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ കണ്ണീന്ന് മറ്റേ തുളുമ്പും. സോ നെക്സ്റ്റ്, വാട്ട്സ് ദ ഹാർഡസ്റ്റ് ഗുഡ് ബൈ യു ഫേസ്ഡ് ആൻഡ് വാട്ട് ഡിഡ് ഇറ്റ് ടീച്ച് യു? കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ് എൻ്റെ ഹാർഡസ്റ്റ് ഗുഡ് ബൈ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ ആരോടും ഗുഡ് ബൈ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ് ഹാർഡസ്റ്റ് ഗുഡ് ബൈ. വാട്ട് ഡിഡ് ഇറ്റ് ടീച്ച് യു എന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ ഓവർകം ചെയ്യും, മൂവ് ഓൺ ആവും. ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഓരോ ഫേസാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് അതൊക്കെ ഞാൻ കൂടുതൽ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. നെക്സ്റ്റ്, ഡു യു തിങ്ക് സ്ട്രഗിൾസ് ഷേപ്പ് എ പേഴ്സൺസ് ക്യാരക്ടർ മോർ ദാൻ കംഫർട്ട്? കംഫർട്ടിൽ എന്താ പറയുക, ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ ഷേപ്പ് ആക്കാൻ ഒരു കംഫർട്ട് കൊണ്ട് എനിക്ക് ആകും തോന്നണില്ല. ലൈക്ക് നമ്മൾ കുറേ സ്ട്രഗിൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ഓക്കെ പഴയതുപോലെ ഇനി നമുക്കാവാൻ പറ്റൂല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് ഒരു ട്രോമ സംഭവിച്ചു. ഓക്കെ, ഇതുവരെ നമ്മുടെ ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ, പെട്ടെന്ന് ലൈഫിലൊരു ട്രോമ അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ അനുഭവിച്ച് നമ്മുടെ ലൈഫ് അല്ലെ തല തിരിഞ്ഞ്, ഇനി ആ ഒരു തല തിരിഞ്ഞത് പിന്നെ ആ ഒരു മനുഷ്യന് എത്രത്തോളം ശ്രമിച്ചാലും പഴയ ആ ഒരു രീതിയിലാവാൻ ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു മോർ ദാൻ കംഫർട്ട് സ്ട്രഗിൾ ആയിരിക്കും ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ തിങ് യു വാണ്ട് ടു റിമെമ്പർ ഫോർ വെൻ യു ആർ ഓൾഡർ? ഞാൻ ഇച്ചിരി പ്രായമായി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ കൂടുതൽ ലൈക്ക് ഞാൻ റിമെമ്പർ ചെയ്ത് വെക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, കുഴപ്പമില്ല, ഞാൻ വലിയ ദുഷ്ടിയൊന്നുമല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ലെവല്, എൻ്റെ ഒരു ഇത് വിട്ട് ഞാൻ ഇതുവരെ അടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു സമാധാനം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതായിരിക്കും കൂടുതൽ റിമെമ്പർ ചെയ്യുന്നത്. ചിലപ്പോൾ വലുതായി കഴിയുമ്പോൾ ഞാൻ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ചിലപ്പോൾ ബാഡ് ആകാം, ചിലപ്പോൾ ഗുഡ് ആകാം. ഈ ഒരു സമയത്ത് നോക്കി ഞാൻ കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെയാണ് ലൈക്ക് ഒരു റാപ്പിഡ് ഫയർ പോലെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. സോ നിങ്ങളോട് ഞാൻ ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളതും കമൻറ്റിൽ ലൈക്ക് കുറേ അതിൽ കമൻറ്റിൽ പറയാം. പക്ഷെ ആരൊന്നും പറയണില്ല. കുറച്ച് പേരൊക്കെ ഞാനിങ്ങനെ വായിക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ പറയുന്നുള്ളൂ. നിങ്ങൾ പറയാൻ ശ്രമിക്കാം. ലൈക്ക് ഒരാൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പോഡ്കാസ്റ്റ് എന്താ പറയുക ഡിസേർവ് ചെയ്യുന്നുണ്ട് കുറേ വ്യൂസ് ആൻഡ് ലൈക്സ്. അതെ, എനിക്കും തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നതുകൊണ്ടല്ല, പക്ഷെ കൊള്ളാം. എനിക്കിങ്ങനത്തെ ഒരു കഴിവുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇതിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നേ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. വീട്ടുകാർ പറയും, പക്ഷെ നമുക്ക് തന്നെ തോന്നണമല്ലോ, ഓക്കെ കൊള്ളാം, ഇത് കൊള്ളാമെന്നുള്ള നമുക്ക് തന്നെ തോന്നണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് തന്നെ ഓക്കെ ബോധ്യപ്പെടുന്ന ഒരു മൊമെൻറ്റ് വരണ വരെയും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. സോ എന്താ പറയുന്നു, ഓക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇപ്പം ഒരു റാപ്പിഡ് ഫയർ പോലെയാണല്ലോ ചോദിച്ചത്. എന്നാൽ നമുക്കിങ്ങനെ മറ്റേ ഓപ്ഷൻ വൈസ് നമുക്ക് നോക്കാം. ലൈക്ക് 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആ ഒരു സ്കീം പിടിച്ച് നോക്കിയാൽ ലൈക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ എന്നെ മനസ്സിലാക്കാം. പക്ഷെ എൻ്റെ മൈൻഡിൽ ഉള്ളത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, എന്താ പറയുന്നത്. സോ ഇതുപോലെ തന്നെ ഞാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ChatGPT നമ്മൾ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഇത് മറ്റേ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ കോളേജിലൊക്കെ എനിക്ക് കൊതിയായിരുന്നു അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കാണാനായിട്ട്. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചത് കുഹാസ് യൂണിവേഴ്സിറ്റിയിലാണ്, B.Pharm. അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യനൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ കറക്കി കുത്തിയിട്ടാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യനൊന്നും ഉണ്ടായിരുന്നില്ല. 5 മാർക്സ് 10 മാർക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന രോദനമാണത്. സോ വുഡ് യു റാദർ ഹാവ് സക്സസ് വിത്ത് നോ ഫ്രണ്ട്സ് ഓർ ട്രൂ ഫ്രണ്ട്സ് വിത്ത് നോ സക്സസ്? സക്സസ്സും ഫ്രണ്ട്സും ഇല്ല, സക്സസ് ഇല്ല എന്നാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്.
സാരില്ല, ഫ്രണ്ട്സ് വേണ്ട, സക്സസ് വേണം. സക്സസ് വിത്ത് നോ ഫ്രണ്ട്സ്, ലൈക്ക് അതെ, ഞാൻ സെൽഫിഷാണ്. വുഡ് യു ചൂസ് എ പീസ്ഫുൾ ലൈഫ് വിത്ത് ലെസ് മണി ഓർ എ സ്ട്രെസ്ഫുൾ ലൈഫ് വിത്ത് എ ലോട്ട് ഓഫ് മണി? പൈസ വേണം, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സന്തോഷം സമാധാനത്തിനാണ്. അതുകൊണ്ട് പീസ്ഫുൾ ലൈഫ് വിത്ത് ലെസ് മണി, പൈസ ഉണ്ടാക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ബെറ്റർ ടു ഫോർഗീവ് ആൻഡ് സ്റ്റേ ഓർ വാക്ക് അവേ ആൻഡ് പ്രൊട്ടക്ട് യുവർ പീസ്? ഞാൻ ലൈക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം വാക്ക് അവേ ആൻഡ് പ്രൊട്ടക്ട് യുവർ പീസ് ആണ്. പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ ചിലപ്പോൾ ഫോർഗീവ് ആൻഡ് സ്റ്റേ ആയിരിക്കും. ഞാൻ ഫോർഗീവ് ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ എനിക്ക് ആഗ്രഹം വാക്ക് അവേ ആൻഡ് പ്രൊട്ടക്ട് യുവർ പീസ് എന്നാണ്. വുഡ് യു പ്രിഫർ ടു നോ യുവർ ഫ്യൂച്ചർ ഓർ ലീവ് ഇറ്റ് ആസ് എ സർപ്രൈസ്? ലീവ് ഇറ്റ് ആസ് എ സർപ്രൈസ്. ഫ്യൂച്ചർ പറഞ്ഞാൽ പിന്നെ ജീവിക്കൊരു ത്വര ഉണ്ടാവില്ല, എന്തിനാണ് വെറുതെ. വിച്ച് മാറ്റർ മോർ, ബീങ് റെസ്പെക്റ്റഡ് ഓർ ബീങ് ലൗഡ്? എനിക്ക് റെസ്പെക്റ്റും വേണം, ലൗഡും വേണം. എന്നാൽ ഇതിൽ കൂടുതൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ലൗഡ്? റെസ്പെക്റ്റ് വേണമല്ലോ. റെസ്പെക്റ്റ് ഇല്ലാണ്ട് സ്നേഹം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, റെസ്പെക്റ്റ് ലൗഡ് വേണ്ടേ? ഓക്കെ, എനിക്ക് രണ്ടും വേണമുണ്ട്. എനിക്ക് ഭയങ്കര ട്രിക്കിയാണ്. ലൈക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത്, റെസ്പെക്റ്റ് ആണോ ബീങ് ലൗഡ് ആണോ അറിയില്ല. വുഡ് യു റാദർ ഫെയിൽ ബട്ട് ലേൺ എ ലോട്ട് ഓർ സക്സീഡ് ബട്ട് ലേൺ നത്തിങ്? ഫെയിൽ ബട്ട് ലേൺ എ ലോട്ട് ആയിരിക്കും. ലൈക്ക് എനിക്ക് സക്സസ് പ്രത്യേകിച്ച് പഠിക്കാണ്ട് സക്സസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ എന്നാലും കൂടുതൽ നല്ലത് ഫെയിലായിട്ട് പെട്ടത് ബട്ട് ലേൺ എ ലോട്ട്, അതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വലിയ സക്സസ് ഉണ്ടാവും. പക്ഷേ എനിക്ക് സക്സസ് മതി. ഓക്കെ, 7th, വുഡ് യു ചൂസ് ടു ചേഞ്ച് യുവർ പാസ്റ്റ് മിസ്റ്റേക്ക് ഓർ സീ വാട്ട് യുവർ ഫ്യൂച്ചർ ലുക്സ് ലൈക്ക്? പാസ്റ്റ് മിസ്റ്റേക്ക് പ്രത്യേകിച്ച് വലിയ മിസ്റ്റേക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കോളേജിൽ കയറിയത്. പാസ്റ്റ് മിസ്റ്റേക്ക് ചേഞ്ച് ചെയ്താൽ മതി. 8th question, which is more important, time or money? ഇത് രണ്ടും വേണ്ടേ? മണി, പൈസ മോർ ഇമ്പോർട്ടൻറ്റ്. സമയമാണോ? സമയമായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ, വുഡ് യു റാദർ ഹാവ് 1 person who truly understand you or 100 who admire you? ഫസ്റ്റ് one person who truly understands you, എനിക്കത് മതി. എനിക്ക് ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട. നെക്സ്റ്റ്, വുഡ് യു പ്രിഫർ എ ഷോർട്ട് ബട്ട് അഡ്വഞ്ചറസ് ലൈഫ് ഓർ ലോങ് ബട്ട് സിമ്പിൾ ലൈഫ്? സിമ്പിൾ ലൈഫ് പോരെ, ഇച്ചിരി ലോങ് ആയാലും സാരമില്ല. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആൻസേഴ്സൊക്കെ. സോ ഇത് എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. കാര്യം ഞാൻ സോളോ പോഡ്കാസ്റ്റാണ് ചെയ്യുന്നത്. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് സ്വയം ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ എന്താ പറയുക, ലൈക്ക് എന്നോട് ആരും ചോദിക്കാനില്ല, എന്നോട് പറയാനുമില്ല. ഞാൻ തന്നെ ചോദിക്കുക, ഞാൻ തന്നെ പറയാം. നിങ്ങൾക്കൊരു മനസ്സിലാവുമല്ലോ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്താം. എങ്ങനെ ഇനിയും സോളോ പോഡ്കാസ്റ്റ് മതിയോ, അല്ലെങ്കിൽ ഒരാളെയും കൂടി വിളിച്ചിട്ട് ഇങ്ങനെ വെറുതെ സംസാരിക്കും. എൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടാവൂലേ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാം. നമ്മൾ കുറേ ചാനലുണ്ട്. അവരുടെ ലൈക്ക് എന്താ പറയുക, വലിയ സെലിബ്രിറ്റീസ്, അതുപോലെ തന്നെ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അങ്ങനത്തെ ഉള്ളവരുടെ വിളിച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതിലുപരി ലൈക്ക് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഫ്രണ്ടാ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്രണ്ട് അല്ലെങ്കിൽ സാറ്, ഞാൻ പറഞ്ഞ നേരത്തെ സുൽത്താൻ സാർ, ഓക്കെ, അങ്ങനത്തെ ഓരോ സാറുമാരെയും അങ്ങനെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് വെറുതെ ഒരു ചിറ്റ് ചാറ്റ് പോഡ്കാസ്റ്റ് അങ്ങനെ ചെയ്യാമെന്ന് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. സോ ഈ ഒരു എന്താ പറയുക, വെറുതെ ഒരു ടോക്ക്, എന്താ പറയുക, ചിറ്റ് ചാറ്റ് പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഈ ഒരു പോഡ്കാസ്റ്റിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന 2 പോഡ്കാസ്റ്റ് ആയിരുന്നു. സെൽഫ് ഗ്രോത്ത് പോഡ്കാസ്റ്റാണ്. ആ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി എന്താ പറയുക അടിപൊളിയാക്കാൻ ശ്രമിക്കാം. സോ ഈ വീഡിയോ എങ്കിൽ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.